ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാങ്കോ മിഡിൽ വെയറിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സെക്ഷനാണ് മിഡിൽ വെയർ. അപ്പോൾ ഈ ജാങ്കോ മിഡിൽ വെയർ എന്ന ഭാഗത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ജാങ്കോയിൽ മിഡിൽ വെയറിനെ കുറിച്ച് അഡ്വാൻസ്ഡ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ പോയിട്ട് നമുക്ക് എന്താണ് ഈ മിഡിൽ വെയർ എന്ന് നമുക്ക് നോക്കാം. മിഡിൽ വെയർ ഈസ് എ ഫ്രെയിം വർക്ക് ഓഫ് ഹുക്ക് ഇൻ ടു ജാങ്കോ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസിങ് പ്രോസസ്സിങ്. അതായത് നമ്മളൊരു ജാങ്കോ ആപ്ലിക്കേഷനിലേക്ക് ഒരു റിക്വസ്റ്റും അതിനൊരു റെസ്പോൺസും വരുമ്പോൾ ഇതിൻ്റെ മിഡിലിൽ ഈ രണ്ട് കാര്യത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡിൽ വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ മിഡിൽ വെയർ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ജാങ്കോയിൽ എങ്ങനെയാണ് മിഡിൽ വെയർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ജാങ്കോയിലൊരു മിഡിൽ വെയറിൻ്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മിഡിൽ വെയർ എഴുതുന്നതിന് എന്നതിനെക്കുറിച്ചൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ബേസ്ഡും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലാസ് ബേസ്ഡും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്ലാസ് ബേസ്ഡ് മിഡിൽ വെയർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിൽ നമുക്ക് ഈ മിഡിൽ വെയറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ മിഡിൽ വെയർ. അതിനുശേഷം ഇവിടെ നമുക്കൊരു കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ സാധാരണ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ക്ലാസ്സിൻ്റെ അതേ പേരിൽ തന്നെ ആയിരിക്കും കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ പൈത്തണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനിറ്റ് എന്നൊരു പേരിലായിരിക്കും കിട്ടുക. ഇതിൽ നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ താഴെ ഒരു മെത്തേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൺസ്ട്രക്ടർ നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനിറ്റ് എന്നൊരു കീവേഡ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്ടറിനെ കുറിച്ച് നമുക്കറിയാം, നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിൽ ആദ്യം വർക്ക് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഈ ഭാഗം, അതായത് ഈ ഇനിറ്റ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിനെ കോൾ ചെയ്യുമ്പോൾ ഒരു തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, അത് വർക്കാവൂ. എന്നാൽ ഈ കോൾ എന്നുള്ളത് നമ്മൾ ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് വരും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ വെയറിലൊരു ഫംഗ്ഷനും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു മെത്തേഡും ഉണ്ടാവും. ഇതിൽ ഒരു കൺസ്ട്രക്ടറും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു മെത്തേഡും ഉണ്ടാവും. ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു തവണ മാത്രമേ, അതായത് ആ ക്ലാസ്സിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ വൺ ടൈം മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് വരൂ. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് കോൾ എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് വൺ മോർ ടൈം എന്ത് ചെയ്യാം, നമുക്കിതിനെ കോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, ജാങ്കോയിൽ പല മിഡിൽ വെയറുകളും നമ്മൾ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി മിഡിൽ വെയർ, അതേപോലെ സെക്ഷൻ മിഡിൽ വെയർ, അതേപോലെ കോമൺ മിഡിൽ വെയർ, അതേപോലെ CSRF വ്യൂ മിഡിൽ വെയർ, അതേപോലെ ഓതൻറ്റിഫിക്കേഷൻ മിഡിൽ വെയർ, മെസ്സേജ് മിഡിൽ വെയർ, അങ്ങനെ പല മിഡിൽ വെയറുകളും ഡിഫാൾട്ടായിട്ട് ജാങ്കോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു കസ്റ്റം മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ താൽക്കാലികമായിട്ട് ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വ്യൂവിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു HTTP റെസ്പോൺസിലൊരു ഹലോ എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റ് നമുക്ക് ജസ്റ്റ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹലോ എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ മിഡിൽ വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു IP ബ്ലോക്ക്, ഈ IP ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു IP ബ്ലോക്കിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തു. ഈ ഫോൾഡറിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ വെയർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിഡിൽ വെയർ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യേണ്ട, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട. ആ ഫയലിൻ്റെ പേര് എന്ന് പറയുന്നത് IP ബ്ലോക്ക് ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. IP_block list.py എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു മിഡിൽ വെയർ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ IP ബ്ലോക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഡാറ്റാസാണോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ IPൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റാബേസോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ആയിരിക്കും നമുക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബാനഡ് IP എന്ന പേരിലൊരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. IP എന്ന് ചേർത്ത് കൊടുത്തു. ബാനഡ് IP കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു IP ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ലോക്കൽ IP ആണ് ചേർത്തിട്ടുള്ളത്. 127.0.0.1. ഓക്കെ, നമ്മളിവിടെ വന്ന് ഒരു IP നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. IP എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ IP ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ IP ബ്ലോക്ക് ലിസ്റ്റ് py എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഏറ്റവും മുകളിലൊരു കോൺഫിഗ് ഫയൽ നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ, ഓക്കെ, സ്മോൾ ലെറ്ററിൽ എഴുതാം. ഫ്രം അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ എന്നിട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺഫിഗിൻ്റെ ഷോർട്ട് കോൺഫ് എന്ന് ചേർത്തു. ഇമ്പോർട്ട് സെറ്റിങ്സ്. അപ്പോൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഫയലിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർമിഷൻ ഡിനൈഡ് എന്നുള്ളൊരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്രഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് കോർ എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്പ്രഷന് ഇതിലേക്ക് കൊടുക്കേണ്ടത് ഇമ്പോർട്ട്. അത് പെർമിഷൻ ഡിനൈഡ് എന്നുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ക്ലാസ് ബേസ്ഡ് മിഡിൽ വെയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് എന്ന് ചേർത്തു. ഈ ക്ലാസ്സിൻ്റെ പേര് എന്ന് പറയുന്നത് IP ബ്ലോക്ക് ലിസ്റ്റ് മിഡിൽ വെയർ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ബ്ലോക്ക് ലിസ്റ്റ് മിഡിൽ വയർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കോളൻ ഇടുക. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കൊരു ഡിഫാൾട്ട് പാരാമീറ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യം കോൾ ചെയ്ത് വരുന്ന ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സെൽഫ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഡിഫ് എന്ന് ചേർത്തു. അതിനുശേഷം 2 അണ്ടർസ്കോർ ഇടുക. എന്നിട്ട് ഇനിറ്റ് എന്നിട്ടതിന് ശേഷം എഗെയിൻ 2 അണ്ടർസ്കോർ ഇടുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്തു, സെൽഫ് എന്നിട്ടതിന് ശേഷം ഒരു കോളൻ ഇട്ടിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് സെൽഫ് എന്നിട്ട് ഇവിടെ വന്ന് ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ റെസ്പോൺസ്. ഇത് നമ്മളൊരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. റെസ്പോൺസ് ഈക്വൽ ടു ഗെറ്റ് റെസ്പോൺസ് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൊരു പാരാമീറ്റർ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് ഗെറ്റ് അണ്ടർസ്കോർ റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. സെൽഫ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് എന്നിട്ട് ഈക്വൽ ടു അതിനുശേഷം നമുക്കിവിടെ വന്ന് ഗെറ്റ് റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ അറിയുന്നവർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ വാല്യൂ എല്ലാ ഫംഗ്ഷനിലും അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലെ എല്ലാ ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്ന് സെൽഫ് എന്നിട്ടത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഈ ആർഗ്യുമെൻ്റ് വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാണ്, എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് സെൽഫ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് ഈക്വൽ ടു ഗെറ്റ് റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ നമ്മളെ മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഡിഫ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് അണ്ടർസ്കോർ അതിനുശേഷം നമ്മൾ കോൾ എന്ന് ചേർത്ത് കൊടുത്തു. വീണ്ടും 2 അണ്ടർസ്കോർ ഇടുക. അതിനുശേഷം ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് സെൽഫ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് റിക്വസ്റ്റ് എന്നുള്ളതിനെയാണ് നമ്മളിതിലേക്ക് കോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് ചെയ്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ടു. അതിനുശേഷം ഇവിടെ നിന്ന് ഈഫ് ഹാസ് സെറ്റ് എന്നുള്ളൊരു ആസ് ആട്രിബ്യൂട്ട് എന്നുള്ളൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഡിഫാൾട്ട് ഫംഗ്ഷനെ നമ്മളിതിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആസ് ആട്രിബ്യൂട്ട് എന്നുള്ളൊരു ഡിഫാൾട്ട് ഫംഗ്ഷനെ യൂസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റിങ്സ് നമ്മൾ മുകളിൽ ഇമ്പോർട്ട് ചെയ്ത ആ സെറ്റിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു കോമ ഇടുക. അതിനുശേഷം നമ്മളിവിടെ ഈ സെറ്റിങ്സ് ഡോട്ട് PYയിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ബാനഡ് IP എന്നുള്ളൊരു അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കോമ ഇടുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് പേരിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ പേരിലുള്ള ആ ലിസ്റ്റിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ബാനഡ് IP എന്ന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, നമുക്ക് IPS എന്ന് ചേർക്കാം, കാരണം നമുക്ക് 1 more ഡാറ്റാസ് വരും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ IP എന്ന് ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ വീണ്ടും ആൻഡ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് ഇവിടെ വന്ന് സെറ്റിങ്സ് ഡോട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ബാനഡ് അണ്ടർസ്കോർ IPS എന്ന് ചേർത്തു. ഈസ് നോട്ട് നണ്ണ്, അത് അങ്ങനെ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ, നോട്ട് നണ്ണല്ലെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കോളൻ ഇടുക, ഈസ് നോട്ട് നൺ, എന്നിട്ടൊരു കോളൻ ഇടുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടെ വന്ന് ഈഫ് റിക്വസ്റ്റ് മെറ്റ, അതായത് ഡിഫാൾട്ടായിട്ടുള്ളൊരു റിക്വസ്റ്റിന് ഡാറ്റാസിനെയാണ് അല്ലെങ്കിൽ ഡിഫാൾട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ് ഡോട്ട് മെറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റിമോട്ട് അഡ്രസ് എന്നുള്ളൊരു ഡാറ്റാസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് റിമോട്ട് ഇത് ഡിഫാൾട്ടായിട്ട്, അതായത് ഈ മിറ്റ എന്നുള്ളതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് റിമോട്ട് എന്നിട്ട് ഇട്ടതിന് ശേഷം അഡ്രസ്സ് എന്ന് ചേർത്തു. അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് ഡോട്ട് ബാനഡ് IPs എന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്ന് സെറ്റിങ്സ് ഡോട്ട് ബാനഡ് IP എന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ബാനഡ് അണ്ടർസ്കോർ IPS എന്ന് ചേർത്തു. ഇനി ഇവിടെ വന്ന് അങ്ങനെ ഒരു നമ്മൾ കൊടുത്ത ഡാറ്റാസ് അതിലുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നമ്മളങ്ങനെ കൊടുത്തൊരു ഡാറ്റാസ് അതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണോ നമുക്കിവിടെ റൈസ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് എന്നിട്ടതിന് ശേഷം നമുക്ക് പെർമിഷൻ ഡിനൈഡ് എന്നുള്ള ആ ഭാഗത്തിനെ നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റെസ്പോൺസ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ വെയറിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. റെസ്പോൺസ് ഈക്വൽ ടു, അതിനുശേഷം ഇവിടെ വന്ന് സെൽഫ്, അതിനുശേഷം ഡോട്ട് ഗെറ്റ് റെസ്പോൺസ്, അതിനുശേഷം എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ്, നമ്മൾ ആ പേജിനെ ഓപ്പൺ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിവിടെ വന്ന് ഇതൊന്നുകൂടി ബാക്കിലോട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, റിട്ടേൺ വാല്യൂ കൂടി ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, റിട്ടേൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതുപോലെ റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഭാഗത്ത് നമ്മൾ ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വാല്യൂ ഗെറ്റ് റെസ്പോൺസ് എന്നുള്ളൊരു വാല്യൂവിനെ കിട്ടുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് ഡോട്ട് ഗെറ്റ് റെസ്പോൺസ് ആക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ കോൾ എന്നുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിനുള്ളിൽ ആഷ് ആട്രിബ്യൂട്ട്സ്, എന്നിട്ട് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണോ നമുക്ക് ആ ബാനഡ് IPs എന്നുള്ളത് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി അങ്ങനെ ഡാറ്റാസ് ബാനഡ് IPsൻ്റെ ഉള്ളിൽ നോട്ട് നൺ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യണം, ഇതിലേക്ക് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, റിമോട്ട് അഡ്രസ്സ്, നമുക്ക് ആ വാല്യൂസുകളൊക്കെ ഇവിടുന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏതാണ് അതിലുള്ള നമുക്ക് ഈ ബാനഡ് IPയിലുള്ള ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അതിലുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇവിടെ വന്ന് പെർമിഷൻ ഡിനൈഡ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഈ റെസ്പോൺസ് എന്നുള്ള വാല്യൂസ് ഗെറ്റ് റിക്വസ്റ്റ് വഴി ഇതിലേക്കായിട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് റെസ്പോൺസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എന്ന പേജിലേക്ക് പോവുക. നമ്മുടെ സെറ്റിങ്സ് എന്നുള്ള പേജ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ മിഡിൽ വെയർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോവുക. ഇപ്പം നമ്മളെ മിഡിൽ വെയർ എന്ന് പറയുന്നത് സെറ്റിങ്സിൻ്റെ മുകളിൽ ഏതാണ്ട് ഇവിടെ മിഡിൽ വെയർ എന്നൊരു ഭാഗമുണ്ട്. ഇവിടെ ഓൾറെഡി കുറേ മിഡിൽ വെയർ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മിഡിൽ വെയർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു സിംഗിൾ കൊട്ടേഷനുള്ള ഇവിടെ കോമ ഇട്ടിട്ടില്ലെങ്കിൽ ഇടാൻ മറക്കരുത്. ആദ്യം നമ്മളെ ആപ്പിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർക്കുക. അതിനുശേഷം നമ്മളെ ഫോൾഡറിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മിഡിൽ വെയർ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ ഫയലിൻ്റെ പേരെന്താണോ അതിവിടെ ചേർത്ത് കൊടുക്കുക. IP ബ്ലോക്ക് ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൻ്റെ
പേരെന്താണെങ്കിൽ അതിവിടെ ചേർത്ത് കൊടുക്കുക. എന്താണോ നമ്മളിവിടെ IP ബ്ലോക്ക് ലിസ്റ്റിൽ എന്ത് പേരിലാണോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിത് ടൈപ്പ് ചെയ്യാന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ആപ്പിൻ്റെ പേര്, രണ്ടാമത്തെ നമ്മളെ ഫോൾഡറിൻ്റെ പേര്, മൂന്നാമത്തെ നമ്മൾ കൊടുക്കുന്ന ഫയൽ നെയിമിൻ്റെ പേര്, നാലാമത് നമ്മൾ കൊടുക്കുന്നത് ഏത് ഫയലാണോ നമുക്ക് ഏത് ക്ലാസ് നെയിമിലാണോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ ഇതൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ വീണ്ടും ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, പൈത്തൺ സ്പേസ് manage.py runs fervor എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ റൺ ചെയ്യിക്കുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ കൺട്രോളിലും ഈ ഫോളോവുഡ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റായിട്ട് വേണ്ടത് banned_IPS എന്നാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. banned_IPS എന്നാക്കി കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലെന്ത് ചെയ്യുക, കീബോർഡിൽ കൺട്രോളിലും ഈ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതെന്ത് ചെയ്യാം, റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിത് റൺ ചെയ്യിപ്പിച്ചിട്ട് ഈ പേജിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ വന്ന് ഈ രൂപത്തിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് 403 prohibited ആണ് കാണിക്കുന്നത്. കാരണം ആ പേജ് നമ്മൾ, അതായത് ഈ IP ഇവിടെ ഒരു ബ്ലോക്ക് ലിസ്റ്റിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റണില്ല, ഈ പേജിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഒരു ആക്ഷൻ ചെയ്യുന്നതിൻ്റെ നമുക്ക് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ മിഡിൽ വെയർ എന്ന് പറയുന്നത്. ജാങ്കോയിൽ ഡിഫാൾട്ടായിട്ട് കുറേ മിഡിൽ വെയറുകൾ വരുന്നുണ്ട്. സെക്യൂരിറ്റി മിഡിൽ വെയർ, അതേപോലെ സെക്ഷൻ മിഡിൽ വെയർ, കോമൺ മിഡിൽ വെയർ, അതേപോലെ തന്നെ CSRF ഫോമുമായിട്ട് ബന്ധപ്പെട്ട കുറേ മിഡിൽ വെയറുകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ നമുക്കും എന്തെങ്കിലും ഒരു മിഡിൽ വെയർ സ്വന്തമായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ ഇതിലെന്തെങ്കിലും ഡൗട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.